നമസ്കാരം. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ക്രൂരതകളാണ് ഓരോ മനുഷ്യരും പല സന്ദർഭങ്ങളിലായി കാണിക്കുന്നത്. നമ്മൾ സ്വന്തം സഹോദരനെ, സ്വന്തം അമ്മയെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്നാൽ സ്വന്തം മകൻ സ്വന്തം അമ്മയെ മുഖമിടിച്ച് കൊല്ലുന്നു, സ്വന്തം സഹോദരനെ കഴുത്ത് ഞെരിച്ച് തോർത്തുമുണ്ടോണ്ട് കഴുത്ത് മുറുക്കി കൊല്ലുന്നു. ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമുള്ള കാര്യമാണെങ്കിൽ ഇതെല്ലാം നടന്നിരിക്കുന്നത് നെടുങ്കണ്ടത്താണ്. സജി എന്ന് പറയുന്ന സഹോദരൻ സ്വന്തം സഹോദരനായ മൂത്ത സഹോദരനായ റെജിയെ കൊന്നതിന് കാരണം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? തൻ്റെ റെജി കള്ളു കുടിച്ച് മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വന്നിട്ട് അവിടെ കാട്ടിക്കൂട്ടിയ രംഗം ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു. എന്നിട്ടും ഭക്ഷണം ഞാൻ എടുത്തു കൊടുത്തു. ഭക്ഷണം എടുത്തു കൊടുത്തപ്പോൾ എന്നോട് പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തലയ്ക്കടിച്ചു. പിന്നെ കഴുത്തിന് തോർത്തുമുണ്ട് ഇട്ട് മുറുക്കി അങ്ങനെ കൊന്നു എന്ന് എത്ര നിസ്സാരമായിട്ട് അദ്ദേഹം പറയുന്നത്. സജി എന്ന് പറയുന്ന കാപാലികൻ പറയുന്നത് തൻ്റെ സഹോദരൻ റെജിയെ കൊന്നത് എത്ര ലാഘവത്തോടെയാണ്. തലയ്ക്കടിച്ചു, തോർത്തുമുണ്ടോണ്ട് ചുറ്റി മുറുക്കി കൊന്നു എന്ന് പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. അതായത് ഭക്ഷണം എടുത്തു കൊടുത്തു, മദ്യപിച്ച് രാത്രി ലെക്ക് കെട്ട് വന്ന സഹോദരന് ഭക്ഷണം എടുത്തു കൊടുത്തപ്പോൾ എന്നോട് ചൂടായപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല, തലയ്ക്കടിച്ചു. അതിനുശേഷം തോർത്തുകൊണ്ടുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നാണ് പറയുന്നത്. ഇത് കണ്ടുകൊണ്ട് വന്ന അമ്മയെ മുഖത്തിടിച്ച് പിന്നീട് തല ഭിത്തിയിൽ ഇടിച്ച് തകർത്ത് അവരെയും കൊന്നു. എന്നിട്ടോ അവർ ചെയ്തത് എന്താണ്? എന്നിട്ട് വിറക് പുരയിൽ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റിവെച്ചു. എന്നിട്ട് അവിടേക്ക് എല്ലാ മറയ്ക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മറച്ചു. കൂടാതെ പട്ടികളൊന്നും വരാതിരിക്കാൻ വേണ്ടി അവിടെ കട്ടിയുള്ള സാധനങ്ങൾ മേതെ വെച്ചു. അതിനുശേഷം ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഈ പറയുന്ന സജി നാട്ടിലെല്ലാ സ്ഥലത്തും പോയി തൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ക്ഷണിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് രസം. ഏപ്രിൽ 4 മുമ്പ്, ഇലക്ഷന് മുമ്പാണ് ഈ കൊലപാതകം നടന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നേരത്തെ വളം ഉണ്ടാക്കാൻ വേണ്ടി കുത്തിയ കുഴിയിൽ കമ്പോസ്റ്റ് കുഴി ഉണ്ടായിരുന്നു. ആ കുഴി വീണ്ടും തുറന്ന് അവിടെ ഈ ബോഡി ഇടുന്നു. ബോഡി പറ്റുന്നില്ല. റെജിയുടെ ആദ്യം അമ്മയുടെ ബോഡി, പിന്നെ റെജിയുടെ ബോഡി. ആദ്യം അമ്മയുടെ ബോഡി പറ്റുന്നില്ല കണ്ടപ്പോൾ വീണ്ടും കുഴിച്ചു. അങ്ങനെ ആ 2 ബോഡികളും അവിടെ കുമ്മായം ഇട്ട് മൂടി എന്നാണ്. എത്ര നിസ്സാരമായിട്ടാണ് ആ കൊലപാതകത്തെക്കുറിച്ചിട്ട് സജി പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിഹ്വലരായി പോകും. എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റുന്നത്? ഇത്തരത്തിലുള്ള ക്രൂരത കാണിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത്? നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ അങ്ങനെയാണ്. ഒരാളുടെ മനസ്സിനുള്ളിൽ കൊല ചെയ്യാനുള്ള മോഹങ്ങളുണ്ടെങ്കിൽ സമാന സ്വഭാവമുള്ള സിനിമ കാണുകയോ, സമാന സ്വഭാവമുള്ള നോവൽ വായിക്കുകയോ, സമാന സ്വഭാവമുള്ള കൊലപാതകങ്ങൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ, കൊലപാതകത്തെപ്പറ്റി കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആ ആളുടെ ഉള്ളിൽ അത്തരം കൊല ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതാണ്. മാനസിക വൈകല്യമുള്ള ആളുകളാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് ചെയ്യാനുള്ള പ്രേരണ സ്വയം ഉള്ളിലുണ്ടാകുന്നത്. സ്വന്തം സഹോദരനാണെന്നോ സ്വന്തം അമ്മയാണെന്നോ എന്നൊന്നും യാതൊരു നോട്ടവുമില്ല, യാതൊരു മനസ്സിൽ ചിന്തയുമില്ല. ഓൺ ദ സ്പോട്ട് ആ സമയത്തെ സാഹചര്യം അനുസരിച്ച് മനസ്സ് മാറുന്നു, കൊല ചെയ്യുന്നു എന്നുള്ളത് മാത്രം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം രമയുടെ ഭർത്താവ് TP ചന്ദ്രശേഖരനെ 52 വെട്ടി ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന സംഭവമാണ്. എന്നിട്ട് പിന്നീട് അത് മുസ്ലിങ്ങൾക്കൊന്നാണ്, തീവ്രവാദികൾക്കൊന്നാണ് സ്ഥാപിക്കാൻ വേണ്ടി ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെയാണ് വടകരയിൽ TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്നത്. ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതാണോ 52 വെട്ടി കൊല്ലുന്നത്? ഒരു വെട്ടി കൊന്നു. എന്നാലും വെട്ടി കൊല്ലണമെങ്കിൽ ആ ക്രൂരരായ കൊലയാളികൾക്ക് എത്രമാത്രം ഇൻഡ്യൂഷൻ ഉണ്ടാകും? അതിനർത്ഥം അവരൊന്നും മനുഷ്യരല്ല എന്നുള്ളതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. അപ്പം പിണറായി വിജയൻ്റെ മനസ്സ് ശാന്തമാകണമെങ്കിൽ 52 വെട്ടി വളരെ വികൃതമാക്കി, മുഖമെല്ലാം വികൃതമാക്കി കൊല്ലണം. ആ കൊന്നതിൽ നിന്നുള്ള ഒരു ആത്മസംതൃപ്തിയാണ്
പിണറായി വിജയനെ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രി നടക്കുന്ന നാട്ടിൽ ആ മുഖ്യമന്ത്രിയെ കണ്ടിട്ടല്ലേ ഇത്തരം കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത്? എത്ര ഭീകരമായിട്ടുള്ള, എത്ര ക്രൂരമായ, അതിക്രൂരമായ കൊലപാതകമാണ് നെടുങ്കണ്ടത്ത് നടന്നിട്ടുള്ളത്. 2 ദിവസം എന്നിട്ട് അവിടെ തന്നെ നിന്നു. അവിടെ തന്നെ വോട്ടൊക്കെ ചെയ്യാനുള്ളതൊക്കെ പോയി. വോട്ടൊക്കെ ചെയ്ത ശേഷം അമ്മയും സഹോദരനും ദൂരെ യാത്രയ്ക്ക് പോയതാണെന്ന് പറഞ്ഞു വരുത്തി, മടങ്ങി വരുമെന്ന് പറഞ്ഞു വരുത്തി. അതിനുശേഷം 29 ദിവസം കഴിഞ്ഞപ്പോഴാണ് സഹോദരി പോയിട്ട് പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം നടക്കുന്നത്. അന്വേഷണം നടന്നപ്പോഴാണ് ഒരു കാല് പറമ്പിൽ പുറത്ത് ചാടിക്കിടക്കുന്നത് കണ്ടത്. അതിൻ്റെ ദുർഗന്ധം ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്. ഈ സജിയാകട്ടെ ദൂരെ എവിടെയും പോകാതെ മറഞ്ഞിരിക്കുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ. അങ്ങനെ പോലീസൊക്കെ വരുമ്പോഴും ആ ജനങ്ങൾ വരുമ്പോൾ വേറെ മാറി ഒളിവിലായിരുന്നു. പിന്നെ ജനങ്ങൾ കൂടി ആ സജിയെ പിടിക്കുകയായിരുന്നു, കൈയും കാലും കെട്ടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ആ രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇത്തരം ഭീകരമായ കൊലപാതകങ്ങൾ കേരളത്തിൽ നടമാടുന്നതിൻ്റെ കാരണം വയലൻ്റായ സിനിമകൾ മാത്രമല്ല, വയലൻ്റായ നോവലുകൾ മാത്രമല്ല, മാനസിക വൈകല്യം മാത്രമല്ല, ഇത്തരം കൊലപാതകങ്ങൾ നമ്മളെ കേരളത്തിൽ വേറെയും നടക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊലപാതകങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് TP ചന്ദ്രശേഖരൻ കൊലപാതകമാണ്. അതായത് അത്തരം കൊലപാതകങ്ങളുടെ ആസക്തിയുള്ള ആളുകൾ, ആ 52 വെട്ടി വികൃതമാക്കുന്ന കാര്യം കണ്ടിട്ടുള്ള ആളുകൾ അതിനേക്കാൾ ഭീകരമായി കൊല്ലാനുള്ള ഇൻഡ്യൂഷൻ അതിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊലപാതകത്തിനൊക്കെ കാരണക്കാരനായി വരുന്നത് പിണറായി വിജയൻ കൂടിയാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിക്കുമ്പോൾ എങ്ങനെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കാതിരിക്കും? എങ്ങനെ ഇത്തരം ഭീകരമർദ്ദനങ്ങൾ നടക്കാതിരിക്കും? നമുക്കറിയാം, കണ്ണൂരിൽ കൂടെ അദ്ദേഹം നവകേരള യാത്ര ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച ആ ചെടിച്ചട്ടി കൊണ്ടും വലിയ പാത്രങ്ങൾ കൊണ്ടും തലയ്ക്കടിച്ചു പരിക്കേൽപ്പിച്ചപ്പോൾ അത് സ്വയരക്ഷയാണെന്ന് പറഞ്ഞ ഒരു ഭീകരനായ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഇതൊക്കെ നടക്കുന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നതിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഈ കാരണക്കാരല്ലെങ്കിൽ നമുക്ക് മനസ്സിനുള്ളിലേക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ മാനസിക വൈകല്യമുള്ള ആൾക്ക് പിണറായി വിജയൻ ഒരു നിമിത്തമാണ്. പിണറായി വിജയനെപ്പോലുള്ള ക്രൂരരെ കൊലവാസനയുള്ള ആളുകൾക്ക് ഇതൊരു വല്ലാത്ത വാസന തന്നെയാണ്. പ്രേരണ കൊടുക്കുകയാണ്. ആ പ്രേരണ കൊടുക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുണ്ടെന്ന് പറയുന്ന വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും അതിൽ നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെ മുന്നിലൂടെ പോകുന്ന ഒരുത്തൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്നുള്ള ചെറിയൊരു ദേഷ്യത്തിന് എടുത്ത് അവിടെ ഒരു കല്ലെടുത്ത് ഇടിച്ച് തീർന്നാൽ മതി നമ്മളെ കഥ കഴിയാൻ എന്നുള്ള ഓർക്കണം. അപ്പം മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ ഇത്തരം വിഫലതകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് സ്വന്തം സഹോദരനെയും സ്വന്തം അമ്മയെയും കൊന്ന ശേഷം കൂളായി നടക്കുന്നു അദ്ദേഹം. എന്നോട് പിടിക്കപ്പെട്ടപ്പോഴോ ഞാൻ കൊന്നു എന്ന് നിസ്സാരമട്ടിൽ പറയുകയാണ്. എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്തരം കാര്യം. പ്രത്യേകിച്ചും സഹോദര ബന്ധങ്ങളും അതേപോലെ അമ്മയും മകനുമായുള്ള ബന്ധങ്ങളും ഒക്കെ ഉള്ളപ്പോൾ സ്വന്തം അമ്മയെ മുഖമിടിച്ച് കൊല്ലുക, എന്നിട്ട് മുഖത്ത് ഇടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ 2 കൊലപാതകങ്ങൾ നടന്നിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് സജി നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.